ഹായ് ഡിയേഴ്സ്, AJ കൊമേഴ്സ് ലേണിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. BComൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത്. കൺവേർഷൻ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺവേർഷൻ മെത്തേഡിൽ നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. AJ കൊമേഴ്സ് ലേണിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ഒരു മിസ്സിംഗ് ഫിഗർ ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നീട് തൊട്ട് താഴെ നിങ്ങൾക്ക് മറ്റൊരു ഇക്വേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ് അടുത്തതായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് പോലെയുള്ള മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ദ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് മിസ്സിംഗ് ഫിഗേഴ്സ് സച്ച് ആസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എക്സെട്ര. ഇറ്റ് ഈസ് നോട്ട് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ട്രേഡിംഗ് അക്കൗണ്ടിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടല്ല മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസസ്, ടു ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ദെൻ പിന്നീട് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ബൈ സെയിൽസ്, ബൈ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ദെൻ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് കിട്ടുന്ന, ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ നമ്മളതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ ഗ്രോസ് ലോസ് എന്നാണ് പറയുക. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ സെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് അല്ല കൊടുത്തിരിക്കുന്നത്. 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പർച്ചേസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷനിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഇക്വേഷനിൽ അത് ആഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് 0 ആയിട്ട് കാണിക്കാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണേണ്ടതുണ്ട്. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആദ്യം ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പർച്ചേസസ് ക്വസ്റ്റ്യനിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാം, 1,50,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുക്കാത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്നത് 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മുകളിൽ 25% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും വേണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നേരത്തെ ഞാൻ നിങ്ങളിലേക്കൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽ കാണേണ്ട ഇക്വേഷനാണ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് GP ഓൺ കോസ്റ്റ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെയിൽസിൻ്റെ എമൗണ്ട് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
എന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത് 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ 25% ആണ് എന്ത് വരുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. ഇൻ കേസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെയിൽസിൻ്റെ മുകളിലാണ് തന്നിരിക്കുന്നത് പേഴ്സൻറ്റേജ് തന്നിരിക്കുന്നത് എങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് പേഴ്സൻറ്റേജ് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ മുകളിലാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മുകളിലാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ സെയിൽസിൻ്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയുള്ള ഇക്വേഷനാണ് പെർസെൻറ്റേജ് ഓഫ് ജി പി ഓൺ സെയിൽ. സെയിലിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കാണാനുള്ള ഇക്വേഷനാണ് നേരത്തെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ജി പി ഓൺ കോസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ജി പി ഓൺ കോസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ജി പി ഓൺ കോസ്റ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 25% ആണ്. അങ്ങനെയാണെങ്കിൽ 25 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 25 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20% എന്ന് കിട്ടും. നമുക്ക് ഈ കിട്ടുന്ന 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ജി പി ഓൺ സെയിലാണ്. സെയിലിൻ്റെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സെയിലിൻ്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 lakh ആണ് സെയിലിൻ്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 2 lakhൻ്റെ മുകളിൽ 2 lakh ആണ് സെയിലിൻ്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 2 lakhൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 20% കണ്ടുപിടിച്ചാൽ മതി. 40,000 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. എത്രയാണ്, 40,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കാൽക്കുലേഷൻ ഞാൻ തൊട്ട് താഴെ നിങ്ങൾക്ക് ചെയ്തതായിട്ട് കാണാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 2 lakh ഇൻറ്റു 20/100 ഈസ് ഈക്വൽ ടു 40,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ് 40,000 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 40,000 ആണെന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. സെയിൽസിൻ്റെ എമൗണ്ടിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,60,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത് മനസ്സിലാവും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസസിനെ അവിടെ മൈനസ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 35,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് കിട്ടുന്നത്. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് കാണാൻ വേണ്ടി ആ ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസും അതേപോലെ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ മുകളിലാണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ സെയിൽസിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളങ്ങനെ സെയിൽസിൻ്റെ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, 20% ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 20% എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസിൻ്റെ 2 lakhൻ്റെ മുകളിൽ 20% കണ്ടാൽ 40,000 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് കൃത്യമായിട്ടൊന്ന് നോക്കണം. സെയിൽസിൻ്റെ എമൗണ്ട് ആണോ, ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ എമൗണ്ട് ആണോ, ഏതിൻ്റെ മുകളിലാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻസും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസിംഗ് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു മിസ്സിംഗ് ഫിഗർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഇക്വേഷനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. തൊട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ, ക്ലോസിംഗ് സ്റ്റോക്ക്, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ സെയിൽസിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ കൊടുത്തിരിക്കുന്നത് 10% ഓൺ സെയിലാണ്. സെയിൽസിൻ്റെ 10% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെയിൽസിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ,
പർച്ചേസസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, വേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേജസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഓർത്ത് വെക്കുക. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഇൻഫർമേഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ പർച്ചേസസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള വേജസ് കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നീട് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. കോസ്റ്റ് ഓഫ് സെയിൽസ് കാണാൻ വേണ്ടി നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെയിൽസിൻ്റെ 10% കണ്ടു കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 50,000 ആണെന്ന് മനസ്സിലാവും. ആ ഒരു 50,000ൻ്റെ ബേസിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 40,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ആ ഒരു ഇക്വേഷനിലൂടെ കിട്ടുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻ എഴുതി, പർച്ചേസസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ വേജസിൻ്റെ ഇൻഫർമേഷൻ, വേജസ് 40,000 ആണ്, നമ്മൾ ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 50,000 ആണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വരുന്നത്. ദെൻ പിന്നീട് ബൈ സെയിൽസിൻ്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 40,000 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയും നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കൺവേർഷൻ മെത്തേഡിൽ പഠിച്ചിരിക്കുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പഠിച്ചിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ എസ്എ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. 1-2 മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ് ആയിട്ടോ നമ്മൾ ചെയ്യേണ്ടി വരും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് 10 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കൺവേർഷൻ മെത്തേഡ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വർഷം 2 മാർക്കിന് ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഈസ് 20% ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് 1 lakh, വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്? നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിലാണ് കൊടുത്തിരിക്കുന്നത് 20%. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1 lakh ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓൺ സെയിലാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1 lakh ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസിൽ നിന്നും പ്രോഫിറ്റ് മൈനസ് ചെയ്താലാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക, അല്ലേ? ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് 100 ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ ആസ് പെർ ക്വസ്റ്റ്യൻ പ്രകാരം സെയിൽസിൻ്റെ 20% ആണ് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്ര വരും? 20 ആണ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 20 ആണ് പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്, അല്ലേ? 100 ആണ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിലൂടെ 20 ആണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 80 ആണ് നമ്മുടെ എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ അസംഷനുമായിട്ട് നമ്മുടെ ക്വസ്റ്റിനെ ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്, അല്ലേ? 100 എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ നമുക്ക് 80 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. 80 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ 80 എന്ന് പറയുന്നത് 1 lakh ആണെങ്കിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 100 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഈ 100ന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് 100ന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം.
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുക. 1,25,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 100ന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എത്രയാണ്, 1,25,000 ആണ്. 100 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത സെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1,25,000 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സെയിൽസിൻ്റെ എമൗണ്ട് ആണ്. സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കാണാൻ വേണ്ടി സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സെയിൽസ് ആയിട്ടുള്ള 1,25,000 നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടുള്ള 1,00,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25,000 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, 25,000 ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ കൺവേർഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനമായിട്ട് കൺവേർഷൻ മെത്തേഡിൻ്റെ ഭാഗത്ത് നിന്നും എസ് എ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൺവേർഷൻ മെത്തേഡിൽ നമ്മൾ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട്. മിസ്സിംഗ് ഫിഗേഴ്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൺവേർഷൻ മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൺവേർഷൻ മെത്തേഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ക്വസ്റ്റ്യനിൽ കൺവേർഷൻ മെത്തേഡ് എന്ന് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അരുൺ കീപ്സ് ഹിസ് ബുക്സ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം. അരുൺ എന്ന് പറയുന്ന ട്രേഡർ അയാളുടെ ബുക്സ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹീ ഗിവ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഡേറ്റിലെ ബാലൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ബാലൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലെയും അതേപോലെ ക്ലോസിംഗ് ഡേറ്റിലെയും ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുകൂടാതെ തൊട്ട് താഴെയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ്, പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, കാർട്ടേജ്, ഡ്രോയിങ്സ്, സൺട്രി എക്സ്പെൻസസ്, ഫർണിച്ചർ പർച്ചേസർ ഫോർ ക്യാഷ് പോലെയുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ തൊട്ട് താഴെ നമ്മളോട് പറയാണ് പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2019 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ഫോർ ബാഡ് ഡെപ്റ്റ് അറ്റ് 10%. ദർ വാസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്യാഷ് സെയിൽസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്. നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആസ് പെർ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഡബിൾ എൻട്രിയിലാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഡബിൾ എൻട്രിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഓർ ലോസും അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ആ ഒരു ബാലൻസ് ഷീറ്റാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിൽസിനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കൺവേർഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൺവേർഷൻ മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, 2 അഡ്ജസ്റ്റ്മെൻറ്റ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറയുന്നുണ്ട്, 10% ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദർ വാസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്യാഷ് സെയിൽസ്. ഇവിടെ ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെടുന്ന മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ കൊടുത്തതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എത്രത്തോളം മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് മിസ്സിംഗ് ഫിഗേഴ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്.
ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് ആ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വർക്കിംഗ് നോട്ടിലൂടെ അല്ലെ മറ്റ് അക്കൗണ്ടുകളിലൂടെയും സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയും ഒക്കെ എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓരോ ക്വസ്റ്റ്യനിലെയും നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റംസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ആ ഒരു ഫോർമാറ്റിൽ ഏതൊക്കെയാണ് ഐറ്റംസ് വരുന്നത്, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക, എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. തൊട്ട് മുന്നേ നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അതിലും നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കാണ് എടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുന്നു. ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് ഓപ്പണിംഗ് ഡേറ്റിൽ 3000 ആണ്, ക്ലോസിംഗ് ഡേറ്റിൽ 1000 ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഡീറ്റെയിൽസ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 3000 ആണ്. നമുക്ക് എന്ത് ചെയ്യാം ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യാം. പിന്നീട് നമ്മൾ എടുക്കേണ്ട ഐറ്റം പർച്ചേസസ് ആണ്. പർച്ചേസസ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ പർച്ചേസസ് ആണ് എടുക്കേണ്ടത്. ഓൾറെഡി നമ്മൾ ടോട്ടൽ പർച്ചേസസ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇക്വേഷൻ വൈസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ക്യാഷ് പർച്ചേസസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്യാഷ് പർച്ചേസസ് ഞാനതവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല, എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നീട് നോക്കണമെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസസ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ അക്കൗണ്ട്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് അല്ലേ, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാനിവിടെ ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് നോക്കുന്നു. ദെൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്, ദെൻ അതിനുശേഷം ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ പൈസ കൊടുത്തതായിട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സുമാണ് നമുക്ക് ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ഈക്വൽ ആയിരിക്കണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്കറിയാം ഇവിടെ ഈ ഒരു 2 ഐറ്റം ബാലൻസും അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലായി കിട്ടുന്നില്ല. ഡെബിറ്റ് സൈഡിൽ 10,000 ആണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിൽ 2,000 മാത്രമേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 എന്താണ്? ബാലൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, 8,000 ബാലൻസ് ആയിട്ട് വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത്. എന്താണ്? ക്രെഡിറ്റ് പർച്ചേസസ്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എസ്എ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസും അതുമായിട്ട് ബന്ധപ്പെടുന്ന ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സുമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 8,000. ഈ ഒരു 8,000 ആണ് നമ്മുടെ എന്ത് വരുന്നത്? ക്രെഡിറ്റ് പർച്ചേസസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാനതവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് പർച്ചേസസ് ഇല്ല, ക്രെഡിറ്റ് പർച്ചേസസ് 8,000 ആണ്. പിന്നീട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ആ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ പിന്നീട് റെക്കോർഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. കാർട്ടേജ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് ടു കാർട്ടേജ് പറയുന്നുണ്ട്. കാർട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എമൗണ്ട് കൊടുത്തിട്ടുണ്ട് 2,000 റുപ്പീസാണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാർട്ടേജിൻ്റെ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. വേജസ്, കോള്, വാട്ടർ, പവർ, ഫ്രൈറ്റ് പോലെയുള്ള മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റിലൂടെ മനസ്സിലാക്കുക. കാർട്ടേജ് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാർട്ടേജ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് വരാം. ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്ന സമയത്ത്
ബൈ സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആണ്. ടോട്ടൽ സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ദർ വാസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്യാഷ് സെയിൽസ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് സെയിൽസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. തൊട്ട് താഴെ ഞാനൊരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ്സ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിന് റെസീപ്റ്റ് സൈഡും അതേപോലെ പേയ്മെൻറ്റ് സൈഡും ഉണ്ടാവും. ക്യാഷ് റിസീവ് ചെയ്യുന്നതൊക്കെ ഡെബിറ്റ് സൈഡിലും ക്യാഷുമായിട്ട് ബന്ധപ്പെടുന്ന പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് റെസീപ്റ്റ് സൈഡിലാണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് സൈഡിലാണ്. ക്യാഷുമായിട്ട് ബന്ധപ്പെടുന്ന ഡീറ്റെയിൽസ് ക്യാഷ് റിസീപ്റ്റ്സും അതേപോലെ ക്യാഷ് പേയ്മെൻറ്റും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് എഴുതിയിട്ടുണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, അതൊരു റെസീപ്റ്റ് ആണ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പേയ്മെൻറ്റ് സൈഡിലേക്ക് വരുന്നത് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്, കാർട്ടേജിന് കൊടുത്തിട്ടുണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ദെൻ സൺട്രി എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്, ഫർണിച്ചർ പർച്ചേസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ദെൻ അതിൻ്റെ ഒരു ക്ലോസിംഗ് ബാലൻസ് ആണ്, ക്യാഷുമായി ബന്ധപ്പെട്ട ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസീപ്റ്റ് സൈഡും അതേപോലെ പേയ്മെൻറ്റ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടേണ്ടതാണ്. ആസ് പെർ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തത് എങ്കിൽ നമ്മുടെ റെസീപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടേണ്ടതാണ്. കാരണം നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒക്കെ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ക്യാഷ് ബുക്ക് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഈക്വലായിട്ട് കിട്ടുന്നില്ല, ബാലൻസ് വരുന്നുണ്ട്. 19,200 രൂപയാണ് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 19,200 എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരിക്കും, ക്യാഷ് സെയിൽസ് ആയിരിക്കും. ഓക്കെ, ക്യാഷ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദർ വാസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്യാഷ് സെയിൽസ്. എത്രയാണ് ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് സെയിൽസ് 19,200 നമുക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിവിടെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും റെക്കോർഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, അതും കൂടെ റെക്കോർഡ് ചെയ്തതായിട്ട് കാണാം. 21,000 ആണ് ക്യാഷ് റിസീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബാലൻസ് വരുന്നുണ്ട്. ആ ഒരു ബാലൻസ് ആയിട്ടുള്ള 22,000-നെയാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാം. 22,000 ആണ് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് അതിനെ റെക്കോർഡ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നെക്സ്റ്റ് അടുത്ത റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഞാൻ അതിൻ്റെ എമൗണ്ട് കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റം ബൈ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഈ ഒരു ബിസിനസ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതി, ദെൻ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടലി ചെയ്ത് ബാലൻസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് സൈഡിൽ 29,200 ആണ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ബാലൻസിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ബാലൻസ് കിട്ടിയത് എങ്കിൽ അതിന് നമ്മൾ ഗ്രോസ് ലോസ് എന്ന് പറയും.
ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടുന്നത്. 29,200 ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഇതോടുകൂടെ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റിനെ ബ്രോ ഡൗൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 29,200. ഓക്കെ, ഇനി നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് ഓർ ലോസസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇൻകംസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ടു സൺട്രി എക്സ്പെൻസസ്. നമ്മുടെ ബിസിനസ്സിൽ സൺട്രി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻസസ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ടു സൺട്രി എക്സ്പെൻസസ് 16,000 ആണ് സൺട്രി എക്സ്പെൻസസ് വരുന്നത്. പിന്നീട് അൺപെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അൺപെയ്ഡ് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് ഡേറ്റിലും കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അൺപെയ്ഡ് എക്സ്പെൻസസ്, ഓപ്പണിംഗ് ഡേറ്റിലെ അൺപെയ്ഡ് എക്സ്പെൻസസും ക്ലോസിംഗ് ഡേറ്റിലെ അൺപെയ്ഡ് എക്സ്പെൻസസും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർഷത്തെ അൺപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർഷത്തെ അൺപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ അത് ഈ വർഷം കൊടുക്കേണ്ട എക്സ്പെൻസ് ആണ്, അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൺട്രി എക്സ്പെൻസസിൻ്റെ കൂടെ ഈ വർഷം അൺപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക, ആഡ് അൺപെയ്ഡ് എക്സ്പെൻസ് ഫോർ 2019, 31 ഡിസംബർ 2019 നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് 1000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദെൻ കഴിഞ്ഞ വർഷത്തെ അൺപെയ്ഡ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ അൺപെയ്ഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു അൺപെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് വരുന്നതല്ല, അത് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ സൺട്രി എക്സ്പെൻസ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ അൺപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ലെസ് ചെയ്തായിട്ട് കാണാം, ലെസ് അൺപെയ്ഡ് ഫോർ 2018 600 ആണ്. പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മറ്റൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ഈ വർഷം, ഓക്കെ, ഈ വർഷം നമ്മൾ പ്രീപെയ്ഡ് ചെയ്തതായിട്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വർഷം പ്രീപെയ്ഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് എങ്കിൽ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ അത് ഈ വർഷത്തതല്ല, നമ്മൾ ഈ വർഷം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഏത് വർഷത്തതാണ്, നെക്സ്റ്റ് ഇയറിലതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് നമ്മൾ ഈ വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. ആക്ച്വലി അത് ഈ വർഷം നമ്മൾ എടുക്കേണ്ടതല്ല, ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല, അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രീപെയ്ഡ് ആയിട്ട് ഈ വർഷം നമ്മൾ പെയ്ഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇങ്ങനെ സൺട്രി എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇങ്ങനെ ലെസ്സും ആഡും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 16,200 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 16,200 ആണ് എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നീട് വരുന്ന മറ്റൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെടാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 10% ആണ് പ്രൊവിഷൻ എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രൊവിഷൻ കാണേണ്ടതുണ്ട്. 7,000 ആണ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട്. ആ ഒരു ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ 10% കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊവിഷൻ കിട്ടി. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 700 ആണ്. ദെൻ ഇത്രയും ഐറ്റം നമ്മൾ എക്സ്പെൻസ് സൈഡിലേക്ക് എഴുതി. ഇൻകം സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 12,300 ആണ്. 12,300 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഡെബിറ്റ് സൈഡിലാണ് കിട്ടുന്നത്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ നമ്മളതിനെ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത് 12,300 ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പേരിൽ മാത്രമേ വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോസിംഗ് ഡീറ്റെയിൽസും അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ലാബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് കാണാം. ലാബിലിറ്റി സൈഡും ഉണ്ട്, ബാലൻസ് ഷീറ്റിന് അസറ്റ് സൈഡും ഉണ്ട്. അതിൽ ലാബിലിറ്റീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അൺപെയ്ഡ് എക്സ്പെൻസസ് ആണ്. ഈ വർഷം അൺപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഈ വർഷം കൊടുക്കാത്ത അൺപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസ് 1000 റുപ്പീസ് നിങ്ങൾക്ക് കാണിച്ചതായിട്ട് കാണാം. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ് സൈഡിലേക്ക് വരാം. അതിനുശേഷം ബാക്കിയുള്ള ലാബിലിറ്റീസിനെ ഡിസ്കസ് ചെയ്യാം. അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സൺട്രി ഡെപ്റ്റേഴ്സ് 7000 ആണ് ക്ലോസിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ലെസ് പ്രൊവിഷൻ, നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 700 ആണ് പ്രൊവിഷൻ്റെ എമൗണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്നും പ്രൊവിഷൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6300 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എമൗണ്ട് കോളത്തിലേക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ പിന്നീട് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റായിട്ട് കൺസിഡർ ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. നമുക്ക് 200 ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നീട് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആണ് 6000. ഫർണിച്ചർ പർച്ചേസ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ എന്താണ്, ഫർണിച്ചറിൻ്റെ എമൗണ്ട് 6000 ആണ്. ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെടുന്ന ഡിപ്രീസിയേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതാം. ഓക്കെ, ഇത്രയും അസറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. വീണ്ടും നമ്മൾ ലാബിലിറ്റി സൈഡിലേക്ക് വരുന്നു. നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണോ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ബാലൻസ് ഷീറ്റും ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ലാബിലിറ്റി സൈഡിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊടുത്തതായിട്ട് കാണുന്നില്ല. പക്ഷേ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓപ്പണിംഗ് ഡേറ്റിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ ഓപ്പണിംഗ് ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, അൺപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ബാലൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് 12,500 ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 12,500 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആ ഒരു ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുവരണം, നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരണം. 12,500. അതിൻ്റെ കൂടെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആഡ് നെറ്റ് പ്രോഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ പിന്നീട് ഡ്രോയിങ്സ് ഉണ്ട് എങ്കിൽ ലെസ് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12,800 ആണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും ഡ്രോയിങ്സ് ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 12,800 ആണ് എമൗണ്ട് കിട്ടുന്നത്. എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് ടോട്ടലി ചെയ്ത് നോക്കുക നിങ്ങൾ. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ദെൻ പിന്നീട് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളൊക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും അക്കൗണ്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലായിട്ട് 13,800 ആണ് വരുന്നത്. അസറ്റ് സൈഡും അതേപോലെ തന്നെ ലാബിലിറ്റി സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. നമ്മുടെ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണിത്. കൺവേർഷൻ മെത്തേഡിൽ നിന്നും എസ്സേ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക.
നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഡീറ്റെയിലാണ്. നമ്മളിതിനെ എന്ത് ചെയ്യണം, ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണോ മിസ്സിംഗ് ആയുള്ള ഐറ്റംസ്, ആ മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ആ മിസ്സിംഗ് ആയുള്ള ഐറ്റംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ എൻട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കൺവേർഷൻ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. തിയറി അതുപോലെ തന്നെ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. 5 പാർട്ടായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 5 പാർട്ടുകളിലായിട്ട് തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5 പാർട്ടിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.